പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിലായിരിക്കുന്നത് കർത്താവിൻ്റെ വലിയ ദയയാണ്. നാം ശ്വസിക്കുന്നത് അവിടുത്തെ കൃപയാണ്. നാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുവെങ്കിൽ അവിടുത്തെ മഹാസ്നേഹമാണ്. നമുക്ക് സ്വയമായി ഇവയ്ക്കൊന്നും സാധ്യമല്ല. ജീവിതം എത്ര നിസ്സാരമാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചവളാണ്. നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളും എല്ലാ സുഖ സൗകര്യങ്ങളും അത് താൽക്കാലികമാണ്. കർത്താവ് അനുവദിക്കുന്ന നിമിഷമേ അത് നമ്മളുടെ കരത്തിൽ ഉണ്ടാകുകയുള്ളൂ. അവിടെ നിന്ന് അനുവദിക്കുന്നില്ലെങ്കിൽ അതെല്ലാം നഷ്ടമായി പോകും. ആയതുകൊണ്ട് കർത്താവ് അനുവദിക്കുന്ന ഓരോ നന്മയും നാം അനുഭവിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കുക. മാത്രമല്ല, നാവിനെ ഏറെ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മെ കർത്താവ് നന്മകളാൽ നിറയ്ക്കുമ്പോൾ, അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുമ്പോൾ നമ്മിൽ ഒരു കാരണവശാലും നിഗളം, അഹങ്കാരം വരുവാൻ നാം അനുവദിക്കരുത്. കർത്താവിൻ്റെ സ്നേഹത്താൽ ഹൃദയങ്ങൾ നിറയട്ടെ. നാം പറയുന്ന വാക്കുകൾ അത് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതോ തകർക്കുന്നതോ ആകാതെ പരിശുദ്ധാത്മാവിനാൽ ഉചിതമായ വാക്കുകൾ സംസാരിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാം. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 29 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, നെബൂഖദ്നേസർ രാജാവ് താൻ ഇങ്ങനെ പറയുക: ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായി പണിത രാജധാനിയായ ബാബേൽ. നോക്കിക്കേ, മഹതിയാം ബാബേൽ. നോക്കിക്കേ, ആ വ്യക്തിയുടെ വായിൽ നിന്ന് ആ അഹങ്കാരത്തിൻ്റെ, നിഗളത്തിൻ്റെ വാക്കുകൾ വന്നപ്പോൾ അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, ആ വാക്കുകൾ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു കൽപ്പനയുണ്ടായി: രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. ഓ മൈ ഗാഡ്! എത്രമാത്രം നാം ഭയത്തോടെ വേണം ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോ നിമിഷവും ആയിരിക്കുവാൻ. എൻ്റെ ഉള്ളിൽ ഇന്ന് പരിശുദ്ധാത്മാവ് തന്ന ചിന്തയാ. ദിവസവും കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ ഭരമേൽപ്പിക്കുക. നാം നമ്മെ തന്നെ പരിശീലിപ്പിക്കുക. വാക്കുകൾ കൊണ്ടോ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടോ മറ്റൊരു വ്യക്തിയെ വേദനിപ്പിക്കാതെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നന്മയും നമുക്ക് തന്നിരിക്കുന്ന ഈ ആരോഗ്യവും ഇവയൊക്കെ മറ്റുള്ളവരുടെ നന്മയ്ക്കും കൂടി നാം വിനിയോഗിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ജീവിതത്തിൽ എവിടെയെങ്കിലും കർത്താവിനെ മറന്ന് സംസാരിക്കുന്നുവെങ്കിൽ, എവിടെയെങ്കിലും നിഗള മനോഭാവമുണ്ടെങ്കിൽ, ഞാൻ എന്തൊക്കെയോ ആയി എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ നമുക്കത് വിട്ടുകളയാം. എനിക്കറിയാം, നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാ, ഏറെ പ്രാർത്ഥിക്കുന്നവരാ, കർത്താവിനെ സ്നേഹിക്കുന്നവരാ. യേശുവിനെ സ്നേഹിക്കുന്തോറും യേശുവിൻ്റെ സ്വഭാവം നമ്മിൽ വന്ന് നിറയും. അത് ഉറപ്പാ. നിങ്ങൾ അപ്രകാരം ഈ ദിവസങ്ങളിൽ വചനത്താലും കർത്താവിൻ്റെ സ്നേഹത്താലും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആദ്യമായി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. കർത്താവിൻ്റെ മനോഭാവം, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ ജീവിത ശൈലി അത് നമ്മിൽ വന്ന് നിറയട്ടെ. നാം അനുഭവിക്കുന്നത്, നമ്മളുടെ കരത്തിൽ നിന്നുള്ളത്, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അവിടുന്ന് അനുവദിക്കുന്നത് കൊണ്ട് ഈ സുഖ സൗകര്യങ്ങളും നന്മകളും നമ്മളുടെ തലമുറകളും കുടുംബജീവിതവും ആരോഗ്യവും ഒക്കെ ഇന്ന് നിലനിൽക്കുന്നത്. ആയതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ, താഴ്മയുള്ള മനോഭാവത്തോടെ മുന്നോട്ട് നമുക്ക് ജീവിക്കാം. അതിനായിട്ട് ഹോളി സ്പിരിറ്റ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അത് ഞങ്ങളുടെ ശ്വാസം പോലും ഞങ്ങളുടെ സ്വന്തമല്ല, അങ്ങയുടെ ദാനമാണ്. അങ്ങ് തന്ന നന്മയാ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. കർത്താവേ, ഹോളി സ്പിരിറ്റിനെ ഗ്രീവ് ചെയ്യുന്ന, മറ്റാരെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകളോ മനോഭാവങ്ങളോ ഞങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, അടിയൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. ഞങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. താഴ്മയുള്ളൊരു മനോഭാവം, ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ വാക്കുകൾ അത് മറ്റുള്ളവരെ പണിയുന്നതും ആശ്വസിപ്പിക്കുന്നതുമാകട്ടെ. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്താൽ ഞങ്ങൾ നിറയപ്പെടുമാറാകട്ടെ. നന്ദിയാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയട്ടെ കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് തന്ന സകല നന്മയ്ക്കും സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
പ്രിയരെ, കർത്താവ് തന്നിരിക്കുന്ന നന്മകൾ, കർത്താവ് തന്നിരിക്കുന്ന ആരോഗ്യം, സൗഭാഗ്യങ്ങളൊക്കെ കർത്താവിൻ്റെ വരവോളം നിങ്ങളിൽ നിലനിൽക്കട്ടെ. നിങ്ങളെ എത്രത്തോളം കർത്താവ് അനുഗ്രഹിക്കുന്നു, നമ്മെ ഓരോരുത്തരെയും എത്രത്തോളം അനുഗ്രഹിക്കുന്നു, ഉയർത്തുന്നു, അത്രത്തോളം താഴുവാൻ, അത്രത്തോളം മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ, സ്നേഹിക്കുവാൻ, മറ്റുള്ളവർക്ക് ആശ്വാസമാകുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. പിന്നെ മറക്കണ്ട, നമ്മുടെ ജീവിതത്തിലെ സകല നന്മയ്ക്കും കാരണക്കാരൻ സർവശക്തനായ ദൈവമാ. ദൈവത്തെ മറന്നോ, നമ്മുടെ ചുറ്റുമുള്ള സഹമനുഷ്യരെ മറന്നോ, നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്കുപോലും പുറപ്പെടണ്ട. കർത്താവ് അനുവദിച്ചിട്ടാ നാം ഇപ്പോഴും ശ്വസിക്കുന്നത്. ബ്ലെസ് യു.